Hello everyone, welcome to my new class. നമ്മളിപ്പോൾ സർട്ടിഫൈഡ് സോഫ് അനലിസ്റ്റിന്റെ കോഴ്സാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, എന്താണ് അതിന്റെ കീ കമ്പോണൻസ്, അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇതിന് ഐഡിയ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഒരു IT ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ സിസ്റ്റംസ്, കുറേ ഡിവൈസസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക സാധാരണ കമ്പനികളിൽ. അപ്പോൾ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് പോയിന്റ്സ് ആവാം, നെറ്റ്വർക്ക്, സെർവേഴ്സ്, ഡാറ്റാബേസസ്, ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്, ഇതിൽ നിന്നൊക്കെ ഡാറ്റ വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഡാറ്റ സസ്പീഷ്യസ് ആണോ അല്ലേന്ന് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടീം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഒരു അറ്റാക്ക് ഇല്ലാതെ കറക്റ്റ് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഒരു യൂണിറ്റ് ആണ്, സെൻട്രലൈസ്ഡ് യൂണിറ്റ് ആണ് സോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സോക്കിന്റെ മെയിൻ കമ്പോണൻസ് വരുന്നതാണ് പീപ്പിൾ, പ്രോസസ്സസ് ആൻഡ് ടെക്നോളജി. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒരു ടീം ആവശ്യമാണ്. ടീം എന്ന് പറയുമ്പോൾ ഇതിൽ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് വരും, സോക്ക് വരും, പിന്നെ സോക്ക് സ്പെഷ്യലിസ്റ്റ് വരും, ഇൻസിഡന്റ് റെസ്പോണ്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പെനിട്രേഷൻ ടെസ്റ്റേഴ്സ്, ഇങ്ങനത്തെ ഒരു ടീമൊക്കെ വരുന്നതാണ് ഈ ഒരു പീപ്പിൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ. ഇവരാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അടുത്ത സെഷൻ, അതായത് അടുത്ത കമ്പോണന്റ് ആണ് പ്രോസസ്സ്. ഇവർ ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോനെയാണ് ഈ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വർക്ക് ഫ്ലോ ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഈ ഇൻസിഡന്റ് റെസ്പോൺസ് പ്ലാൻസും ഉണ്ടായിരിക്കും. ഇതിന് ഏതെങ്കിലും സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വർക്ക് ഫ്ലോ അവർക്ക് ഉണ്ടായിരിക്കും. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടൂൾ അത്യാവശ്യമാണ്. അതിനെയാണ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സെയിം ടൂൾസ് എന്നൊക്കെയാണ് ഇതിന് പറയുക, സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്. സെയിം ടൂളിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്പ്ലങ്ക്, ആർക്ക് സൈറ്റ്, ഇതെല്ലാം സെയിം ടൂൾസ് ആണ്. സ്പ്ലങ്ക് ഒക്കെയാണ് യൂഷ്വലി മിക്ക കമ്പനീസും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറെയും ടൂൾസ് ആണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് 3 കമ്പോണൻസ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിൽ വരുന്ന മെയിനായിട്ടുള്ള 3 കീ കമ്പോണൻസ് ആണ് പീപ്പിൾ, പ്രോസസ്സസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇത് ഈ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിന്റെ വർക്കിങ്ങിനെ പറ്റി പറയാൻ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു IT ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിഷിംഗ് ഇമെയിൽ കിട്ടുമ്പോൾ അതിൽ ഒരു ഫിഷിംഗ് ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ അറ്റാച്ച്മെന്റിന്റെ അകത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള ലോഗിൻ ചെയ്യാനായിട്ട് ഫേക്ക് ലോഗിൻ ആയിട്ടുള്ള ഒരു ലിങ്ക് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഫേക്ക് ലോഗിൻ പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്രെഡൻഷ്യൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ലോഗിന് ഈസിലി അറ്റാക്കേഴ്സിന് സ്റ്റീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ടീം 24 മണിക്കൂർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇത് സസ്പീഷ്യസ് ആക്ടിവിറ്റി ഇത് കണ്ടുപിടിക്കും. എങ്ങനെയാ കണ്ടുപിടിക്കുക? സെന്ററിന്റെ ഡൊമൈനും ഈ നമ്മുടെ ലെജിറ്റിമേറ്റ് കമ്പനിയുടെ ഡൊമൈനും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റി അവർ മോണിറ്റർ ചെയ്യും. മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മോണിറ്റർ ചെയ്ത് സീം ടൂൾ വെച്ചിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് ഒരു അലേർട്ട് അത് ജനറേറ്റ് ചെയ്യും. അലേർട്ട് ട്രിഗർ ചെയ്ത് അതൊരു സോഫ്റ്റ് ടീമിനകത്തേക്കാണ് ട്രിഗർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സോഫ്റ്റ് ടീം ഉടനെ തന്നെ അത് റിവ്യൂ ചെയ്യും. ഈ കിട്ടിയ അലേർട്ട് കറക്റ്റ്, അതായത് ട്രൂ പോസിറ്റീവ് ആണോ, അതായത് കറക്റ്റ് ആയിട്ട് അലേർട്ട്, അതായത് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ള അലേർട്ട് ആണോ അത് വെറുതെ ജനറേറ്റ് ചെയ്ത അലേർട്ട് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരത് കൺഫേം ചെയ്തും. ഇപ്പൊ മലീഷ്യസ് ആക്ടിവിറ്റി ആണ് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവരെന്താ ചെയ്യുക, ഈ ഒരു സെന്ററിന്റെ ഇമെയിൽ ഡൊമൈനെ അല്ലെങ്കിൽ URL-നെ ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല എംപ്ലോയീസിനെ നോട്ടിഫൈ ചെയ്യും ഇങ്ങനെ ഒരു ഫിഷിംഗ് ഇമെയിൽ അറ്റാക്ക് നടക്കാനുള്ളൊരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടോന്ന്. പിന്നെ മാത്രമല്ല കമ്പനിയുടെ വൈഡ് പാസ്വേഡ് റീസെറ്റ് ഒക്കെ ചെയ്യും. പെട്ടെന്ന് തന്നെ കമ്പനിയുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറും ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അവർ ചെയ്യാനുള്ളത് ഒരു അവയർനെസ് കൊടുക്കുക. സെക്യൂരിറ്റി അവയർനെസ് ട്രെയിനിങ് എംപ്ലോയീസിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു ഫിഷിംഗ് ഇമെയിൽ അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു അവയർനെസ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഒരു സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ് യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനകത്താണ് ഇതിന്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ് നടത്തുന്നത്. ഒരു ഡിസൈൻ ടൂൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അലേർട്ട് ആണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള പ്രൊസീജിയർ അടുത്തത് ചെയ്യാം. ഇതൊക്കെയാണ് ഒരു സോഫ്റ്റ് ടീമിന്റെ മെയിൻ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ടീമിനെ പറ്റി അല്ലെങ്കിൽ സോഫ്റ്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഐഡിയ ഇപ്പോൾ കിട്ടിയെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിന്റെ വർക്കിംഗ് ആണ് ഇപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഡാറ്റ ഇൻജക്ഷൻ പ്രോസസ് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിലെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഇതില് ഡാറ്റ സോഴ്സസ്, ഡാറ്റ ടൈപ്സ്, ഡാറ്റയൊക്കെ കിട്ടുന്നത് നമുക്ക് ഈ ഡാറ്റ സോഴ്സസ് നിന്നാണ്. ഫയർവാള്, ഡാറ്റാബേസ്, എൻഡ് പോയിന്റ്, അതുപോലെ ഇന്റർനെറ്റ്, ഫയൽ സെർവർ, ഇമെയിൽ, മാനേജ്മെന്റ് സെർവർ, റൗട്ടർ, സ്വിച്ചസ്, IDS, IPS അല്ലേ. അപ്പോൾ ഈ കളക്ട് ചെയ്ത അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ആണ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഏജൻസോ അല്ലെങ്കിൽ APIs ഒക്കെ വെച്ചിട്ടാണ് ഡാറ്റ കളക്ഷൻ ഉണ്ടാകുന്നത്. ഈ ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്നത് ഇതൊക്കെ. ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് വേറെ ഡാറ്റ ഏജൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ കിട്ടിയ കളക്ട് ചെയ്ത ഡാറ്റ നോർമലൈസേഷൻ, അതായത് പല ഫോർമാറ്റിലായിരിക്കും ഡാറ്റ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഡാറ്റ ഡിഫറെന്റ് ഫോർമാറ്റിലായിരിക്കും. അപ്പൊ അതെല്ലാം ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതാണ് ഡാറ്റ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ നോർമലൈസ് ചെയ്ത ശേഷം അതിനൊന്ന് ഇൻഡെക്സ് ചെയ്യും. ഇൻഡെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്ന ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ലോഗ് ഡാറ്റേനെ ഇൻഡെക്സ് ചെയ്യും. ക്വിക്ക് സെർച്ചിനും റിട്രീവലിനും വേണ്ടിയിട്ട് ഇങ്ങനെ നോർമലൈസ് ചെയ്ത ഡാറ്റേനെ ഇൻഡെക്സ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ, അപ്പോൾ ഒരു സ്റ്റോറേജ് സൊല്യൂഷനിൽ അത് സേവ് ചെയ്യും. ഡാറ്റ കുറേ ടൈമിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസിനകത്ത് സേവ് ചെയ്യും. അതിനുശേഷം കോറിലേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റേനെ അനലൈസ് ചെയ്തിട്ട് ഈ ലോഗ് കോറിലേറ്റ് ചെയ്ത ഡാറ്റേനെ സസ്പീഷ്യസ് പാറ്റേൺസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യും. അതാണ് കോറിലേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സീം ടൂൾസ് ഒക്കെ പറഞ്ഞിരുന്നത്. സ്പ്ലങ്ക് പോലെയുള്ള സീം ടൂൾസ് വെച്ചിട്ടാണ് അതിൽ എന്തെങ്കിലും സസ്പീഷ്യസ് പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ പാറ്റേൺ ഉണ്ടെങ്കിൽ അലേർട്ട് ജനറേറ്റ് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കും. അത് ഈ വിഷ്വലൈസേഷൻ, ഈ വ്യൂസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെയൊക്കെ കൂടെ മൊത്തത്തിലാണ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഐഡിയ ഇപ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിൽ ഡാറ്റ ഇൻജക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡാറ്റ സോഴ്സ് പല സോഴ്സിൽ നിന്ന് വരുന്ന ഡാറ്റ കളക്ട് ചെയ്ത് നോർമലൈസ് ചെയ്ത് ഇൻഡെക്സ് ചെയ്തത് പിന്നെയുള്ള പർപ്പസിന് സേവ് ചെയ്ത് പിന്നെ അതിലെന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടോയെന്ന് കോറിലേഷൻ പാർട്ടിൽ ചെക്ക് ചെയ്ത് അലേർട്ട് ജനറേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അതിൽ ബാക്കി വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് അവയർനെസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് റെപ്രസെൻറ്റേഷൻ, അതായത് ഈ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനും പൈ ചാർട്ട് അതുപോലെ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഐഡിയ. അപ്പൊ അത്രയും ക്ലാസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു.